ഈ ഘട്ടത്തിൽ ഇപ്പോൾ വരുന്ന പോളിംഗ് ശതമാനം എന്നത് 34.49 ആകെ വോട്ടുകളായ 1,94,706-ൽ 67,160 വോട്ടുകൾ ഇപ്പോൾ പോൾ ചെയ്തിട്ടുണ്ട്. 35.87% പുരുഷ വോട്ടർമാരും 33.19% സ്ത്രീ വോട്ടർമാരും ഇപ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. ഉച്ചവരെയുള്ള കണക്കുകളാണ്, 12:30 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 12:32 വന്ന കണക്ക് പ്രകാരമാണ് 34.49% എന്ന നിലയിൽ പോളിംഗിൻ്റെ കണക്ക്. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയോടുകൂടി ഏറെക്കുറെ പാലക്കാട് എങ്ങനെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നതെന്നുമായി ബന്ധപ്പെട്ട ഏകദേശ സൂചനകൾ, കണക്കുകളുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭ്യമാകും. എന്തായാലും ഇത് രാവിലെ മുതൽ നീണ്ട ക്യൂ ഉണ്ട്. വോട്ടർമാർ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ശക്തമായൊരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. നീണ്ട ക്യൂ, മണിക്കൂറുകളായി തുടരുന്ന ക്യൂ ഒക്കെയും വിവിധ ബൂത്തുകളിൽ ദൃശ്യമായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ശക്തമായ രാഷ്ട്രീയം, വലിയ മണ്ഡലം ഇളക്കിമറിച്ചുള്ള പ്രചാരണം ഉൾപ്പെടെ നടന്നിട്ടുള്ള പരസ്യപ്രചാരണ കാലയളവായിരുന്നു പാലക്കാട് കണ്ടത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായൊരു മത്സരം പാലക്കാട് കണ്ടിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു. അതൊക്കെ എങ്ങനെ വോട്ടായി മാറി എന്നതിൻ്റെ ഒരു അനുമാനം, ഒരു വിശകലനമൊക്കെയും വരുന്ന മണിക്കൂറുകളിലുണ്ടാകും. നിലവിലുള്ള കണക്ക് പ്രകാരമാണ് ഈ 34.49% എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ 170 നമ്പർ ബൂത്തിൽ, കണ്ണാടി പഞ്ചായത്തിലെ ബൂത്തിൽ തേങ്കുരിശിയിൽ സ്ഥിരതാമസമായിരിക്കുന്ന ഒരു വ്യക്തി വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് LDF അവിടെ ചാലഞ്ച് ചെയ്തിരുന്നു. ആ നിലയിലുള്ള വോട്ടുകൾ, വിവാദ വോട്ടുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ വന്നാൽ അതിനുള്ള പ്രത്യേകമായ നടപടിക്രമങ്ങളടക്കം അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും നിലയിലുള്ള വ്യാജ വോട്ട് അടക്കമുള്ള പ്രശ്നം ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നേരത്തെ കർശനമായ താക്കീതും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മാത്തൂർ പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, നഗരപരിധിയിലായാലും നഗരസഭയുടെ പരിധിയിലായാലും ഒപ്പം മാത്തൂർ, കണ്ണാടി, പിരായിരി പഞ്ചായത്തുകളിലായാലും സാധ്യമാകുന്ന എല്ലാ ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങളും ഒപ്പം തന്നെ ദൃശ്യങ്ങളും നമ്മൾ ഓരോ മിനിറ്റിലും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തിലും ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരേപോലെ നീണ്ട തിരക്കാണ്, നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ ഈ 1 മണിയോട് അടുക്കുന്ന ഈ ഒരു ഘട്ടത്തിലും എങ്ങനെയാണ് പാലക്കാട് ഈ ഒരു വിധി എഴുത്ത് ദിനത്തിൽ പ്രതികരിക്കുന്നത് സിജു? നിലവിൽ ഞാൻ നിൽക്കുന്നത് മാത്തൂർ ALP സ്കൂളിൽ, മാത്തൂർ വെസ്റ്റിലെ പോളിംഗ് ബൂത്തുകളിലാണ്. 4 പോളിംഗ് ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീകളും അതോടൊപ്പം തന്നെ പ്രായമായവരുമെല്ലാം തന്നെ നീണ്ട നിര ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൻ്റെ ഗ്രാമീണ മേഖലയാണ് മാത്തൂർ മേഖല. ഈ മേഖലയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നിലവിൽ ഉച്ചയ്ക്ക് 12:30 വരെയുള്ള ഔദ്യോഗികമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് 34.49% ഔദ്യോഗികമായ പോളിംഗ് ശതമാനം. അല്പം അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വിവരങ്ങൾ കൃത്യമായി കൈമാറുമ്പോൾ അല്പസമയമെടുക്കും. ബൂത്തുകളിൽ നിന്ന് അത് ശേഖരിച്ച് സമയമെടുക്കുമ്പോൾ ഏതാണ്ട് 36% പിന്നിട്ടുവെന്നാണ് നമുക്ക് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ ചെറിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരമേഖലകളിൽ, പാലക്കാട് നഗരമേഖലകളിലടക്കം പോളിംഗ് ശതമാനത്തിൽ കുറവ് അനുഭവപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ താരതമ്യേന ഗ്രാമീണ മേഖലകളിൽ, മാത്തൂർ, പിരായിരി, കണ്ണാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോളിംഗ് ശതമാനമുണ്ട്. എങ്കിലും ഏതാണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ 8 മുതൽ 9% വരെ പോളിംഗ് നിലവിൽ കുറവാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ വലിയ തിരക്ക് നഗരത്തിലെ പല മേഖലകളിലും അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ നഗരമേഖലകളിൽ തിരക്ക് കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ തിരക്ക് കുറയുന്നത് എന്ന് കൃത്യമായി ഒരു വ്യക്തത ഇപ്പോൾ ലഭിക്കുന്നില്ല. വലിയ ചൂടുള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ കാലാവസ്ഥ സ്വാഭാവികമായും രാവിലെ 7 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 6 വരെയുമുള്ള സമയത്താണ് പോളിംഗ് കൂടുതൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ ചെറിയൊരു കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം അത് മാറുമോ, കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമോ എന്നുൾപ്പെടെ അറിയേണ്ടതുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് കഴിഞ്ഞു പോകുന്നത്. അതിൻ്റെ വിധിയെഴുത്താണ് ഇപ്പോൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നാടിളക്കിക്കൊണ്ടുള്ളൊരു പ്രചരണമാണ് മുന്നണികളെല്ലാം തന്നെ നടത്തിയത്. വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് LDF-നായി മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മന്ത്രിമാർ, UDF-നായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രധാനപ്പെട്ട സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം തന്നെ എത്തി വലിയ പ്രചരണം നടത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 17ാമത്തെ തിരഞ്ഞെടുപ്പാണ്. 17ാമത്തെ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട്. 3.5 വർഷത്തിന് ശേഷം ഷാഫി പറമ്പിൽ നിലവിലുണ്ടായിരുന്ന MLA രാജിവെച്ച് പോയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒഴിവാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടന്നു. അത് എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ സമയത്ത് ഇനി വീണ്ടും പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറയും. പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം വോട്ടർമാർ കൂടുതലായി ഈ മേഖലയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. ജോലിക്ക് പോയതിനു ശേഷം, ഉച്ചവരെ ജോലിക്ക് പോയതിനു ശേഷം തിരിച്ച് വോട്ടർമാർ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് കാണിക്കുന്നത് 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ.